കെമിസ്ട്രിയിലെ മൂന്നാമത്തെ ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ചാപ്റ്ററിന്റെ പേര് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് ആൻഡ് പീരിയോഡിസിറ്റി ഇൻ പ്രോപ്പർട്ടീസ്. ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് ആൻഡ് പീരിയോഡിസിറ്റി ഇൻ പ്രോപ്പർട്ടീസ്. ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പീരിയോഡിക് ടേബിളിനെ കുറിച്ചും അതിൻ്റെ പ്രത്യേകതകളെ കുറിച്ചും പീരിയോഡിക് പ്രോപ്പർട്ടീസിനെ കുറിച്ചും. പീരിയോഡിക് ടേബിളൊക്കെ നിങ്ങൾ സ്കൂൾ ലെവലിൽ 9th-ലും 10th-ലും ആയിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പം ഇവിടെ നമുക്ക് പഠിക്കുന്നത് പീരിയോഡിക് ടേബിള്, അതിൻ്റെ ഡിഫറെൻറ്റ് ഫോം ഓഫ് പീരിയോഡിക് ടേബിള്, അതിൻ്റെ പീരിയോഡിക് പ്രോപ്പർട്ടീസ്. 118 എലമെന്റ്സ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഈ ഓരോ എലമെന്റിനെ കുറിച്ചും സെപ്പറേറ്റ് ആയി പഠിക്കുക എന്നുള്ളത് ഡിഫിക്കൽട്ടാണ്. ഈ ഡിഫിക്കൽറ്റി ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരേ പ്രോപ്പർട്ടിയുള്ള എലമെന്റ്സിന് ഒരേ ഗ്രൂപ്പിലേക്ക് ഉൾപ്പെടുത്തി ആ ഗ്രൂപ്പിന്റെ പൊതുവായിട്ടുള്ള സ്വഭാവങ്ങൾ നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ആദ്യം നമുക്ക് പഠിക്കാനുള്ളത് എങ്ങനെയാണ് ആദ്യകാലങ്ങളിൽ ഈ എലമെന്റ്സിനെ ക്ലാസിഫൈ ചെയ്തിരുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ എലമെന്റ്സിനെ ഗ്രൂപ്പാക്കി തിരിച്ചിരുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് പഠിക്കാനുള്ളത് ഡോബറീനേഴ്സ് ലോ ഓഫ് ട്രയാഡ്സ്. ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡോബറീനേഴ്സ് ലോ ഓഫ് ട്രയാഡ്സ്. ആദ്യമായി എലമെന്റ്സിനെ ക്ലാസിഫൈ ചെയ്തത് ഡോബറീനർ എന്ന സയന്റിസ്റ്റ് ആയിരുന്നു. He classified the elements in groups of 3 called triads in such a way that the atomic mass of the middle element was the mean of the other 2 elements. ഡോബറീനർ 3 എലമെന്റ്സ് വരുന്ന ഓരോ ഗ്രൂപ്പായിട്ടാണ് എലമെന്റ്സിനെ ക്ലാസിഫൈ ചെയ്തത്. ആ 3 എലമെന്റ്സ് വരുന്ന ആ ഗ്രൂപ്പിന് പറയുന്ന പേരാണ് ട്രയാഡ്. ട്രൈ എന്ന് പറഞ്ഞാൽ 3. ഈ ട്രയാഡിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൽ മിഡിൽ വരുന്ന എലമെന്റിന് 2 എൻഡിലുള്ള 2 എക്സ്ട്രീമിലുള്ള എലമെന്റ്സിന്റെ മീൻ അല്ലെങ്കിൽ ആവറേജ് അറ്റോമിക് മാസ് ആയിരുന്നു. ഡോബറീനർ 3 എലമെന്റ്സ് വരുന്ന ഓരോ ഗ്രൂപ്പായിട്ടാണ് എലമെന്റ്സിനെ ക്ലാസിഫൈ ചെയ്തത്. ഇതില് സെൻട്രൽ വരുന്ന എലമെന്റിന് 2 എൻഡിലുള്ള എലമെന്റ്സിന്റെ ആവറേജ് അറ്റോമിക് മാസ് ആയിരുന്നു. ഫോർ എക്സാമ്പിൾ, ലിഥിയം, സോഡിയം, പൊട്ടാസ്യം ഒരു ട്രയാഡായിരുന്നു. ലിഥിയം, സോഡിയം, പൊട്ടാസ്യം. ലിഥിയത്തിന്റെ അറ്റോമിക് മാസ് 7, പൊട്ടാസ്യത്തിന്റെ അറ്റോമിക് മാസ് 39. ലിഥിയത്തിന്റെ അറ്റോമിക് മാസ് 7, പൊട്ടാസ്യത്തിന്റെ അറ്റോമിക് മാസ് 39. അങ്ങനെയാണെങ്കിൽ സോഡിയത്തിന്റെ അറ്റോമിക് മാസ് ഈ 2 എൻഡിലുള്ള എലമെന്റ്സ്, അതായത് ലിഥിയത്തിന്റെയും പൊട്ടാസ്യത്തിന്റെയും അറ്റോമിക് മാസിന്റെ മീൻ ആയിരിക്കും. അപ്പൊ സോഡിയത്തിന്റെ അറ്റോമിക് മാസ് atomic mass of sodium atomic mass of lithium, that is 7, plus atomic mass of potassium, that is 39 by 2, the average, which is equal to 23. Therefore, the atomic mass of sodium is 23. ഇതാണ് ഡോബറീനേഴ്സ് ലോ ഓഫ് ട്രയാഡ്സ്. 3 എലമെന്റ്സ് വരുന്ന ഓരോ ഗ്രൂപ്പായിട്ടാണ് ഡോബറീനർ എലമെന്റ്സിനെ ക്ലാസിഫൈ ചെയ്തത്. അതിലെ മിഡിൽ എലമെന്റിന് 2 എൻഡിലുള്ള എലമെന്റ്സിന്റെ ആവറേജ് അറ്റോമിക് മാസ് ആയിരിക്കും. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ന്യൂലാൻഡ്സ് ലോ ഓഫ് ഒക്ടേവ്സ്. ഡോബറീനറിന് ശേഷം എലമെന്റ്സിനെ ക്ലാസിഫൈ ചെയ്ത സയന്റിസ്റ്റ് ആണ് ന്യൂലാൻഡ്.
Newland's law of octaves. Octa means 8. Newland classified the elements in the increasing order of their atomic mass and noted that every 8th element had properties similar to the first element. Newland elementsine അവരുടെ അറ്റോമിക് മാസിന്റെ ഇൻക്രീസിംഗ് ഓർഡറിലാണ് അറേഞ്ച് ചെയ്തത്. ഓരോ 8ാമത്തെ എലമെന്റിനും ഫസ്റ്റ് എലമെന്റിന്റെ സെയിം പ്രോപ്പർട്ടിയാണ് ഉണ്ടായിരുന്നത്. അപ്പൊ 2 കാര്യങ്ങളാണ് ഇവിടെ ഓർക്കേണ്ടത്. ഒന്നാമത്തെ കാര്യം, അറ്റോമിക് മാസിന്റെ ഇൻക്രീസിംഗ് ഓർഡറിലാണ് അറേഞ്ച് ചെയ്തത്. രണ്ടാമത്തെ പോയിന്റ്, ഓരോ 8ാമത്തെ എലമെന്റിനും ഫസ്റ്റ് എലമെന്റിന്റെ സെയിം പ്രോപ്പർട്ടി ആയിരിക്കും. ലൈക്ക് 8 നോട്ട്സ് ഇൻ മ്യൂസിക്. സ രി ഗ മ പ ദ നി കഴിഞ്ഞിട്ട് വീണ്ടും വരുന്നത് ഏതായിരിക്കും? സ, സരിഗമ പദനിസ. അതേപോലെ ഓരോ 8 എലമെന്റിനും, ഇപ്പൊ 8ാമത് വരുന്ന എലമെന്റിന് ഫസ്റ്റ് എലമെന്റിന്റെ സെയിം പ്രോപ്പർട്ടി ആയിരിക്കും. ഇതാണ് ന്യൂലാൻഡ്സ് ലോ ഓഫ് ഒക്ടേവ്സ്. ഇപ്പൊ ലിഥിയം കഴിഞ്ഞ് 8ാമത് വരുന്ന എലമെന്റ് ആണ് സോഡിയം. ഇപ്പൊ ലിഥിയത്തിന്റെ പ്രോപ്പർട്ടിയും സോഡിയത്തിന്റെ പ്രോപ്പർട്ടിയും സിമിലർ ആണ്. ഓരോ 8ാമത് വരുന്ന എലമെന്റിനും ഫസ്റ്റ് എലമെന്റിന്റെ സിമിലർ പ്രോപ്പർട്ടി ആയിരിക്കും. ലിഥിയം, സോഡിയം. ലിഥിയം കഴിഞ്ഞ് 8ാമത്തെ ക്വസ്റ്റ്യൻ വരുന്ന എലമെന്റ് ആണ് സോഡിയം. അപ്പൊ ലിഥിയത്തിന്റെ അതേ പ്രോപ്പർട്ടി ആയിരിക്കും സോഡിയത്തിനും ഉണ്ടാവുക. കാൽസ്യം വരെയുള്ള എലമെന്റ്സിന്റെ കാര്യത്തിൽ മാത്രമാണ് ഇത് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്തു പോകുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് മെൻഡലീവ്സ് പീരിയോഡിക് ടേബിൾ. ദിമിത്രി മെൻഡലീവ് എന്ന സയന്റിസ്റ്റിന്റെ പീരിയോഡിക് ലോ ആണ് നമ്മൾ ഇനി അടുത്തതായിട്ട് പഠിക്കാൻ പോകും. ദിമിത്രി മെൻഡലീവ് പബ്ലിഷ് ദ പീരിയോഡിക് ലോ ഫോർ ദ ഫസ്റ്റ് ടൈം. ആദ്യമായിട്ട് ഒരു പീരിയോഡിക് ലോ പബ്ലിഷ് ചെയ്തത് ദിമിത്രി മെൻഡലീവ് ആണ്. According to him, the physical and chemical properties of elements are the periodic functions of their atomic mass. Mendeleev's periodic law states that the physical and chemical properties of elements are the periodic functions of their atomic mass. എലമെന്റ്സിന്റെ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് അതിൻ്റെ അറ്റോമിക് മാസിനനുസരിച്ചാണ് വേരി ചെയ്യുന്നത് എന്നാണ് മെൻഡലീവിന്റെ പീരിയോഡിക് ലോ പറയുന്നത്. ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എലമെന്റ്സ് ആർ ദ പീരിയോഡിക് ഫങ്ഷൻസ് ഓഫ് ദെയർ അറ്റോമിക് മാസ്. മെൻഡലീവിന്റെ പീരിയോഡിക് ടേബിള് നിങ്ങൾ താഴ്ന്ന ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടാവും. മെൻഡലീവിന്റെ പീരിയോഡിക് ടേബിളില് വെർട്ടിക്കൽ കോളംസ് ഉണ്ട്, അതിനെ ഗ്രൂപ്പ് എന്ന് പറയും. ഹൊറിസോണ്ടൽ റോസ് ഉണ്ട്, അതിന് പറയുന്ന പേരാണ് പീരിയഡ്സ്. മെൻഡലീവിന്റെ പീരിയോഡിക് ടേബിളില് 8 ഗ്രൂപ്പ്സും 7 പീരിയഡ്സുമായിരുന്നു ഉണ്ടായിരുന്നത്. 8 ഗ്രൂപ്പ്സും 7 പീരിയഡ്സുമാണ് മെൻഡലീവിന്റെ പീരിയോഡിക് ടേബിളിൽ ഉണ്ടായിരുന്നത്. 1 മുതൽ 7 വരെയുള്ള ഗ്രൂപ്പുകളിൽ നോർമൽ എലമെന്റ്സിനെയും 8ാമത്തെ ഗ്രൂപ്പിൽ ട്രാൻസിഷൻ എലമെന്റ്സിനെയുമാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. 8 ഗ്രൂപ്പും 7 പീരിയഡ്. ഈ ആദ്യത്തെ 7 ഗ്രൂപ്പിനെ വീണ്ടും സബ് ഗ്രൂപ്പാക്കി തിരിച്ചിട്ടുണ്ട്. അന്ന് കണ്ടുപിടിച്ചിരുന്ന 63 എലമെന്റ്സിനെയും മെൻഡലീവിന്റെ പീരിയോഡിക് ടേബിളിൽ ഉൾക്കൊള്ളിച്ചിരുന്നു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് വാട്ട് ആർ ദ മെറിറ്റ്സ് ഓഫ് മെൻഡലീവ്സ് പീരിയോഡിക് ടേബിൾ. എന്തൊക്കെയാണ് മെൻഡലീവ്സിന്റെ പീരിയോഡിക് ടേബിളിന്റെ മെറിറ്റ്സ്? ഒന്നാമത്തെ മെറിറ്റ്,
മെൻഡലീഫിന്റെ പീരിയോഡിക് ടേബിളിന്റെ ഒന്നാമത്തെ മെറിറ്റ് ആണ് പ്രഡിക്ഷൻ ഓഫ് ന്യൂ എലമെന്റ്സ്. He left some vacant spaces in the periodic table. These vacant spaces stood for the elements to be discovered. മെൻഡലീഫിന്റെ പീരിയോഡിക് ടേബിളിൽ അദ്ദേഹം ചില വേക്കന്റ് സ്പേസ് പ്രൊവൈഡ് ചെയ്തിരുന്നു. അത് അന്ന് കണ്ടുപിടിച്ചിട്ടില്ലാത്ത എലമെന്റ്സിനെ പ്ലേസ് ചെയ്യാൻ വേണ്ടിയായിരുന്നു. അപ്പൊ അദ്ദേഹം പ്രഡിക്റ്റ് ചെയ്തു പുതിയ എലമെന്റ്സ് ഇനിയും കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം ചില എലമെന്റ്സിന് താഴെ വേക്കന്റ് സ്പേസ് പ്രൊവൈഡ് ചെയ്തു. ഫോർ എക്സാമ്പിൾ അലൂമിനിയത്തിന്റെ താഴെ ഒരു വേക്കന്റ് സ്പേസ് ഇട്ടിരുന്നു. ആ വേക്കന്റ് സ്പേസിന് അദ്ദേഹം കൊടുത്ത പേര് എക്ക അലുമിനിയം എന്നാണ്. അലുമിനിയം. അപ്പോൾ ഇനി കണ്ടുപിടിക്കേണ്ടതായിട്ടുള്ള എലമെന്റ്സിനെ അദ്ദേഹം പ്രൊഡിക്റ്റ് ചെയ്തു. ഈ എലമെന്റ്സിന്റെ പ്രോപ്പർട്ടിയും അദ്ദേഹം പ്രൊഡിക്റ്റ് ചെയ്തു. അതിന് നെയ്ബറിംഗ് എലമെന്റ്സിന്റെ പ്രോപ്പർട്ടി ബേസ് ചെയ്തിട്ട് ഈ പുതിയ എലമെന്റ്സിന്റെ പ്രോപ്പർട്ടിയും അദ്ദേഹം പ്രൊഡിക്റ്റ് ചെയ്തു. അദ്ദേഹത്തിന്റെ എക്ക അലുമിനിയം അതാണ് പിന്നീട് നമ്മൾ കണ്ടുപിടിച്ച ഗാലിയം. അന്ന് ഗാലിയം എന്ന എലമെന്റ് കണ്ടുപിടിച്ചിട്ടില്ല. അപ്പൊ അദ്ദേഹം അലുമിനിയം എന്ന എലമെന്റ് താഴെ ഒരു വേക്കന്റ് സ്പേസ് പ്രൊവൈഡ് ചെയ്തിരുന്നു. അദ്ദേഹം അതിന് കൊടുത്ത പേര് എക്ക അലുമിനിയം എന്നായിരുന്നു. അദ്ദേഹം പ്രഡിക്റ്റ് ചെയ്തത് അലുമിനിയത്തിന്റെ അതേ പ്രോപ്പർട്ടിയുള്ള ഒരു എലമെന്റ് കൂടി കണ്ടുപിടിക്കാനുണ്ട് എന്ന് അദ്ദേഹം പ്രഡിക്റ്റ് ചെയ്തു. അതാണ് പിന്നീട് നമ്മൾ കണ്ടുപിടിച്ച ഗാലിയം. അതേപോലെ സിലിക്കണ് താഴെ ഒരു വേക്കന്റ് സ്പേസ് പ്രൊവൈഡ് ചെയ്തിരുന്നു. അദ്ദേഹം അതിന് കൊടുത്ത പേര് എക്ക സിലിക്കൺ ആണ്. സിലിക്കന്റെ അതേ പ്രോപ്പർട്ടി ആയിരിക്കും ഈ എലമെന്റിനും എന്ന് അദ്ദേഹം പ്രഡിക്റ്റ് ചെയ്തു. അതാണ് പിന്നീട് നമ്മൾ കണ്ടുപിടിച്ച ജർമാനിയം. മെൻഡലീഫിന്റെ പീരിയോഡിക് ടേബിളിന്റെ ഒന്നാമത്തെ മെറിറ്റ് പ്രഡിക്ഷൻ ഓഫ് ന്യൂ എലമെന്റ്സ്. പുതിയ എലമെന്റ്സ് കണ്ടുപിടിക്കാനുണ്ടെന്ന് അദ്ദേഹം പ്രഡിക്റ്റ് ചെയ്തു. ആ എലമെന്റ്സിന്റെ പ്രോപ്പർട്ടീസും അദ്ദേഹം പ്രഡിക്റ്റ് ചെയ്തു. രണ്ടാമത്തെ മെറിറ്റ് എന്ന് പറയുന്നത് കറക്ഷൻ ഓഫ് അറ്റോമിക് വെയിറ്റ്. രണ്ടാമത്തെ മെറിറ്റ് കറക്ഷൻ ഓഫ് അറ്റോമിക് വെയിറ്റ്. ചില എലമെന്റ്സിന്റെ അറ്റോമിക് വെയിറ്റ് അദ്ദേഹം കറക്റ്റ് ചെയ്തു. ഒരു എക്സാമ്പിൾ ആണ് ബെറിലിയം, പ്ലാറ്റിനം എക്സെട്ര. ബെറിലിയത്തിന്റെ അറ്റോമിക് മാസ് ആ സമയത്ത് ഇൻകറക്റ്റ് ആയിട്ടാണ് മെഷർ ചെയ്തിരുന്നത്. അത് മെൻഡലീഫാണ് കറക്റ്റ് ചെയ്തത്. ഇനി എന്തൊക്കെയാണ് മെൻഡലീഫിന്റെ പീരിയോഡിക് ടേബിളിന്റെ ഡിമെറിറ്റ്സ്? ഒന്നാമത്തെ ഡിമെറിറ്റ് എന്ന് പറയുന്നത് he could not give proper position for hydrogen. ഹൈഡ്രജന് കൃത്യമായിട്ടുള്ള ഒരു പൊസിഷൻ കൊടുത്തിട്ടില്ല. അപ്പൊ എന്താണ് ഒന്നാമത്തെ ഡിമെറിറ്റ്? he could not give proper position for hydrogen. വേറൊരു പോയിന്റ്, ഐസോടോപ്സിന് കൃത്യമായിട്ടുള്ള പൊസിഷൻ കൊടുത്തിട്ടില്ല. ഐസോടോപ്സിനെ പീരിയോഡിക് ടേബിളിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അറ്റോമിക് മാസിന്റെ ഇൻക്രീസിംഗ് ഓർഡറിലാണ് മെൻഡലീഫ് എലമെന്റ്സിന് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ ചില എലമെന്റ്സിന് ഐസോടോപ്സ് ഉണ്ടാവും. ഐസോടോപ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരേ അറ്റോമിക് നമ്പറും ഡിഫറെന്റ് മാസ് നമ്പറുള്ള സബ്സ്റ്റൻസ് ആണ് നമ്മൾ ഐസോടോപ്സ് എന്ന് പറയുന്നത്. ഈ ഐസോടോപ്സിന് ഡിഫറെന്റ് അറ്റോമിക് മാസ് ആണ് ഉണ്ടാവുക. അപ്പൊ ഈ ഐസോടോപ്പിനെ പീരിയോഡിക് ടേബിളിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നതാണ് രണ്ടാമത്തെ ഡിമെറിറ്റ്. ഇനി മൂന്നാമത്തെ കാര്യം, കെമിക്കലി സിമിലർ ആയിട്ടുള്ള എലമെന്റ്സിനെ ഡിഫറെന്റ് ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു. കെമിക്കലി ഡിസിമിലർ ആയിട്ടുള്ള എലമെന്റ്സിനെ സെയിം ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു. കെമിക്കലി ഡിസിമിലർ എലമെന്റ്സ് ആർ ഗ്രൂപ്പ്ഡ് ടുഗദർ ആൻഡ് കെമിക്കലി സിമിലർ എലമെന്റ്സ് ആർ സെപ്പറേറ്റഡ്. മെൻഡലീഫിന്റെ പീരിയോഡിക് ടേബിളിൽ ഒരേ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഉള്ള എലമെന്റ്സിന് ഡിഫറെന്റ് ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്.
ഫോർ എക്സാമ്പിൾ കെമിക്കലി സിമിലർ ആയിട്ടുള്ള സിൽവർ, പ്ലാറ്റിനം പോലെയുള്ള എലമെന്റ്സിന് ഡിഫറെന്റ് ഗ്രൂപ്പിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതേപോലെ കെമിക്കലി ഡിസിമിലർ ആയിട്ടുള്ള ആൽക്കലി മെറ്റൽസിനെയും കോയിനേജ് മെറ്റൽസിനെയും ഒരേ ഗ്രൂപ്പിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മെൻഡലീഫിന്റെ പീരിയോഡിക് ടേബിളിൽ കെമിക്കലി ഡിസിമിലർ ആയിട്ടുള്ള എലമെന്റ്സിന് സെയിം ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കെമിക്കലി സിമിലർ ആയിട്ടുള്ള എലമെന്റ്സിന് ഡിഫറെന്റ് ഗ്രൂപ്പിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതാണ് മെൻഡലീഫിന്റെ പീരിയോഡിക് ടേബിളിന്റെ മറ്റൊരു ഡീമെറിറ്റ്. വേറൊരു ഡീമെറിറ്റ്, he could not give proper position for actinoids and lanthanoids. ആക്ടിനോയിഡ്സിനും ലാന്തനോയിഡ്സിനും കൃത്യമായിട്ടുള്ള പൊസിഷൻ കൊടുത്തിട്ടില്ല. വേറൊരു ഡീമെറിറ്റ്, he did not follow the order of atomic weight correctly. അറ്റോമിക് മാസിന്റെ ഇൻക്രീസിംഗ് ഓർഡറിലാണ് എലമെന്റ്സിനെ ക്ലാസിഫൈ ചെയ്യാൻ തുടങ്ങിയത്. എങ്കിലും ചില എലമെന്റ്സിനെ ഈ ഓർഡർ തെറ്റിച്ച് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അറ്റോമിക് വെയിറ്റിന്റെ ഇൻക്രീസിംഗ് ഓർഡർ അല്ലാതെ എലമെന്റ്സിനെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അറ്റോമിക് മാസിന് ഇൻക്രീസിംഗ് ഓർഡർ എന്നുള്ളത് സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്തിട്ടില്ല. ഇതൊക്കെയാണ് മെൻഡലീഫിന്റെ പീരിയോഡിക് ടേബിളിന്റെ ഡീമെറിറ്റ്സ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് മോഡേൺ പീരിയോഡിക് ലോ. മോഡേൺ പീരിയോഡിക് ലോ പ്രപ്പോസ് ചെയ്തത് ഹെൻറി മോസ്ലി. മോഡേൺ പീരിയോഡിക് ലോ പ്രപ്പോസ് ചെയ്ത സയന്റിസ്റ്റ് ഹെൻറി മോസ്ലി. According to modern periodic law, the physical and chemical properties of elements are the periodic functions of their atomic number. According to modern periodic law, the physical and chemical properties of elements are the periodic functions of their atomic number. Elements inde physical പ്രോപ്പർട്ടിയും കെമിക്കൽ പ്രോപ്പർട്ടിയും അതിൻ്റെ അറ്റോമിക് നമ്പർ അനുസരിച്ചാണ് വ്യത്യാസപ്പെടുന്നത് എന്നാണ് മോഡേൺ പീരിയോഡിക് ലോ പറയുന്നത്. മോഡേൺ പീരിയോഡിക് ലോ പ്രപ്പോസ് ചെയ്തത് ഹെൻറി മോസ്ലി. മോഡേൺ പീരിയോഡിക് ടേബിളൊക്കെ നിങ്ങൾ താഴ്ന്ന ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ്. ഇപ്പോഴാണ് നമ്മുടെ പീരിയോഡിക് ടേബിളിൽ 18 ഗ്രൂപ്പ്സും 7 പീരിയഡ്സുമാണ് ഉള്ളത്. 7 പീരിയഡ്സും 18 ഗ്രൂപ്പ്സ് ആണ് പ്രസന്റ് ഫോം ഓഫ് പീരിയോഡിക് ടേബിളിൽ ഉള്ളത്. ഈ 7 പീരിയഡ്സും 18 ഗ്രൂപ്പ്സിലും വരുന്ന എലമെന്റ്സിനെ 4 ബ്ലോക്സ് ആക്കി നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ് 4 ബ്ലോക്സ്? എസ് ബ്ലോക്ക്, പി ബ്ലോക്ക്, ഡി ബ്ലോക്ക് ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റ്സ്. വാലൻസ് ഇലക്ട്രോൺ ഏത് സബ്ഷെല്ലിലേക്കാണ് പോകുന്നത് അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ എലമെന്റ്സിനെ 4 ബ്ലോക്സ് ആക്കി തിരിച്ചിട്ടുള്ളത്. വാലൻസ് ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺ. ഏറ്റവും ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺ പോകുന്നത് ഏത് സബ് ഷെല്ലിലേക്കാണ് അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ എലമെന്റ്സിന് നമ്മൾ 4 ബ്ലോക്സ് ആക്കി തിരിച്ചിട്ടുള്ളത്. വാലൻസ് ഇലക്ട്രോൺ എസ് സബ്ഷെല്ലിലേക്കാണ് പോകുന്നതെങ്കിൽ അത് എസ് ബ്ലോക്ക് എലമെന്റ്സ് പോകും. പിയിലാണെങ്കിൽ അത് പി ബ്ലോക്ക് എലമെന്റ്സ് പോകും. അതേപോലെയാണ് ടിയും